രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ, വല്ലവരുടെ എച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ. അറിയാ, ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അതെ, നാണക്കേടായാലോ ലക്ഷ്യം. ഇവളി നീ ഡാൻസ് കളിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കുക തലക്കോട്ടാണ്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക്ക ഡബിളാക്കി. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യത. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനാന്ന് അറിയോ? ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലാന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട്. അല്ലേ ഇച്ചായ? നടക്കിങ്ങോട്ട് നടക്ക്. പുന്നാര മോനെ. ഹായ്. അവിഹിതം വേണ്ട, ഇതെന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. ചേട്ടായി, മറ്റെന്തായിരുന്നില്ലേ സഹിച്ചേനെ. പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിൽ ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലക്കുന്നേ. റോഹ, നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേണ്ട പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുമായിട്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോന്നു? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ? വിഷം. കടം കയറിയിരുന്ന് വൃത്തിയില്ലാതായപ്പോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച. ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്.
നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. അനൗൺസ് ചെയ്യട്ടെ. ഇച്ചായ, ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷയോടാണ് അതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്, മിസ് ചെയ്യാനേ പാടില്ല. സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു. കാശ് കിട്ടിയിരുന്നെങ്കിൽ അലക്സ്, ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്റെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി എവിടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കട്ടെ. ഓക്കെ. ഈ അവീതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാടാ നിനക്കിങ്ങനെ വിലവേശാൻ പറ്റുന്നത്? ഇന്ന് ആണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാ പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകവും ഞാൻ ചെയ്തു. അതിന്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കും. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടകം കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിനെ നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു തരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. എന്തിനാ ഒന്ന് ചേച്ചി. പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. ഹായ് ലിൻഡ. ഹായ് ഡോക്ടർ അങ്കിൾ, കം ലെറ്റ്സ് ഡാൻസ്. കം 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 കം. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചായ? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. മതി മതി, വാ ഇറങ്ങ. കൈ വിടടാ വണ്ടി. എടീ, ഓ, എന്നെ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കാണ്ടാമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറക്കണോ? ഓ, നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പം പറഞ്ഞു കേട്ടില്ല.
അറിയില്ലേ തുണി താഴ്ത്തിയിടാൻ? ഓ പിന്നെ ഇതൊക്കെ അപ്പാപ്പന് എത്ര വേണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പിന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട, അപ്പാപ്പന് എന്താ വേണമെന്ന് എനിക്കറിയാം. ഇത് സാധാരണയായിട്ടുണ്ട്. അയ്യോ മോളെ തുണി നേരെ കൊറേ നേരായി മാറാ എന്ത് വർക്കിച്ച ഈ ചതി കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഹാ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. കയ്യിൽ വിടാനാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേ. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ സമയങ്ങളെന്താ തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് പ്ലീസ്. എന്ത് ചെയ്യാൻ ഞങ്ങൾ ചെയ്തേ പറ്റൂ. ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എവിടെ വർക്കിച്ച കാശ് മാത്രം ഉണ്ടായ പോരാ, ഒരല്പം അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ അമ്മോ ഈശോയേ മോനെ 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 എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ, മേരിക്കുട്ടി മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്റെ നിന്റെ മോനാണ് അവനൊന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനൊന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്. ഏത് പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. അത് എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞവരത്തിനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ മോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാം. എടി വാടി പോകാം. നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ദൈവത്തെ എനിക്കൊന്നും കേൾക്കേണ്ടത്. അല്ല പറയുന്നത് എനിക്കൊന്നും കേൾക്കേണ്ട പറഞ്ഞില്ലേ? ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും. അങ്കിൾ അങ്കിൾ ദാ ലിസി ആന്റി. ഉമ്മച്ച, കുറച്ചു നേരത്തെ സത്യക്രിസ്ത്യാനി ആണെന്നല്ലേ പറഞ്ഞത്? നല്ല സമയത്തും ചീത്ത സമയത്തും ക്രിസ്ത്യൻ ദമ്പതികൾ കൂടെ ഉണ്ടാകുമെന്നല്ലേ അന്യോന്യം പറയാറുള്ളത്? കഞ്ചാവ് വലിച്ച് കിളി പോയി നടക്കണം. തന്നെ പോലെയല്ല ഞാൻ. ഞാൻ ചോര നീരുള്ള ഒരാണാ. എനിക്ക് തൊണ്ടാ ഞാനും നോക്കും. വേദന സഹിക്കാൻ കഴിയുന്നവനാണ്, ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. അല്ലാതെ ഭാര്യ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും തല്ലുന്നവനല്ല.
റോഹ, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. അസുഖം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ലിൻഡയുടെ ഹിസ്റ്ററി ഒട്ട് ശരിയല്ല. എന്റെ റോഹ, പ്യൂബർട്ടി ആയാലുടനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നല്ലല്ലോ. അപ്പോ ഈ ഹോർമോൺസ് ഒക്കെ വെറുതെ ഇരിക്കുവോ? അതതിന്റെ പണി ചെയ്യില്ലേ? നീ പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്തിന് എത്ര സില്ലിയായ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന? കമോൺ, ഗ്രോ അപ്പ് മാൻ. വർക്കിച്ചാ, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്ലെറിയട്ടെ.